ചന്ദനം ആകെ നമുക്കുള്ളത് മറയൂര് ചന്ദനക്കാടുകളാണ്. ആ ചന്ദനം കൊണ്ടുവരാനുള്ള ഏറ്റവും എളുപ്പ വഴി നേരെ തമിഴ്നാട് കടന്നാൽ പാലക്കാടിൻ്റെ ബൗണ്ടറിയിൽ നേരെ എത്തും. അവർ യാതൊരു ചെക്ക് പോസ്റ്റുകളും ഇല്ലാതെ നേരിട്ട് ഇവരുടെ ഫാക്ടറികളിൽ എത്താവുന്ന രീതിയിലായിരുന്നു ഈ 29 ഫാക്ടറികളും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മറയൂരിൽ നിന്ന് ഇറങ്ങുന്ന ചന്ദനം നേരെ ചിന്നാർ വഴി നേരെ ഇവിടെ വന്ന് പാലക്കാട് വന്ന് ഈ ഫാക്ടറികളിലെത്തും. അത് എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ രഹസ്യം. പക്ഷെ ഒരാൾ പോലും ഒരു ചന്ദന ഫാക്ടറി പോലും റെയ്ഡ് ചെയ്തിട്ടില്ല, ഒരു ഉദ്യോഗസ്ഥൻ പോലും. അങ്ങനെ ആ ഒരു ഇടക്കാലത്ത് ഒരു റെയ്ഡ് നടക്കുകയും പ്രഹസനമായിട്ടൊരു റെയ്ഡ് നടക്കുകയും അതിൻ്റെ ബാക്കി പത്രമായിട്ട് ആ റെയ്ഡ് ചെയ്തവരെ പേരിൽ ഷോക്കോസ് നോട്ടീസ് കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടാകുകയും ചെയ്തു, റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥരുടെ പേരിൽ. അതിൽ ഈ റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥരോട് മന്ത്രി, അന്നത്തെ വനമന്ത്രി വിശ്വനാഥൻ ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടെ പലതും ഇവർക്ക് വേണ്ടി, ഈ മാഫിയയ്ക്ക് വേണ്ടി ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ കേസ് ആ വിഷയങ്ങൾ കേസിനകത്ത് ഉൾപ്പെടുത്തുകയും അങ്ങനെ കോടതി അതിനകത്ത് സംശയം രേഖപ്പെടുത്തിയതിൻ്റെ വെളിച്ചത്തിൽ അന്ന് മന്ത്രി രാജിവെക്കേണ്ടി വന്നു. ഇതിനോട് ബന്ധപ്പെട്ട കുറേ ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലായി. അത് സെൻട്രൽ എംപവേർഡ്, സുപ്രീം കോടതിയുടെ സെൻട്രൽ എംപവേർഡ് കമ്മിറ്റിയുമായിട്ട് പരിശോധനയ്ക്ക് പോയപ്പോൾ അവർ നേരെ നമ്മളെ കുറേ ചന്ദനം ചാക്കിനകത്ത് വെച്ചിരിക്കുന്നത് കാണിച്ചിട്ട് പറഞ്ഞു, ഇത് ഞങ്ങൾ ടാൻസാനിയയിൽ നിന്നുള്ള ചന്ദനം കൊണ്ടുവന്നിട്ടാണ് ഇത് ഇവിടെ പ്രവർത്തിക്കുന്നത്, കേരളത്തിലെ ചന്ദനം ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ള രീതിയിലൊരു അവതരണം അവതരിപ്പിച്ചു. അപ്പം എൻ്റെ കയ്യിൽ അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ എംപവേർഡ് കമ്മിറ്റി ചെയർമാന് കൊടുത്തു, ആ വിഷയം എടുത്ത് കൊടുത്തു. ടാൻസാനിയൻ ചന്ദനത്തിന് ബാസ്റ്റാർഡ് സാൻഡൽ എന്നാണ് അറിയപ്പെടുന്നത്. അതിനകത്ത് ചന്ദന തൈലമില്ല, അതൊരു മണം മാത്രമേ ഉള്ളൂ. അതിനകത്ത് അത് വാറ്റിയ തൈലം കിട്ടുകയില്ല. അത് അടുത്ത് അവർ അവിടെ വെച്ച് പറഞ്ഞു തന്ന്, ഞങ്ങൾ കുറേ ആയിട്ട് ഫാക്ടറി പ്രവർത്തിക്കുന്നില്ല, ഇത് പഴയ തൈലം വാറ്റിൻ്റെ പൊടിയാണ് ഇവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ, സാർ ദയവിത കറണ്ടിൻ്റെ മീറ്റർ റീഡിംഗ് ഒന്ന് നോക്കണം, കഴിഞ്ഞ പ്രാവശ്യത്തെ ഇപ്രാവശ്യത്തെയായിട്ട്. അങ്ങനെ അവരുടെ മീറ്റർ റീഡിംഗ് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു ദിവസം പോലും മെനക്കെടാതെ 24 മണിക്കൂർ ഫാക്ടറി പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് അവിടുത്തെ കറണ്ടിൻ്റെ ചിലവ് കൊണ്ട് തന്നെ മനസ്സിലായി. ഇവർ പറഞ്ഞ മുഴുവൻ നുണയാണ് എന്ന് ബോധ്യമായി. ഏതായാലും സൂപ്പ് വെച്ച് കൊടുത്താൽ എന്നെ സൂപ്പ് വെച്ച് കൊടുത്താൽ കുടിക്കാൻ റെഡിയായിട്ടുള്ള ഒരു നോട്ടമാണ് നോക്കിയത്, പക്ഷെ ഒന്നും ചെയ്തില്ല. ഏതായാലും അതോടെ ആ ഒരു വിഷയം തീർത്തെടുക്കാൻ പറ്റി. എന്തായാലും അതോടൊപ്പം സെൻട്രൽ എംപവേർഡ് കമ്മിറ്റിയിൽ ഒരു കേസുണ്ടായിരുന്നു. ആ കേസും കൂടെ വന്നതിൽ എംപവേർഡ് കമ്മിറ്റിയാണ് നേരിട്ട് ഫാക്ടറി പോയി വിസിറ്റ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തത്. അങ്ങനെ അതിൻ്റെ വെളിച്ചത്തിൽ ആ 29 ചന്ദന ഫാക്ടറികളും അടച്ചു പൂട്ടാൻ ഓർഡറായി. അതിൻ്റെ കൂടെ അന്നത്തെ കുറേ ഉദ്യോഗസ്ഥർക്ക് പണിഷ്മെൻറ്റ് വന്നു. ഏതായാലും മറയൂരെ ചന്ദന മോഷണം ഒരളവ് വരെ കുറയ്ക്കാനത് കഴിഞ്ഞു. തീർത്തു എന്ന് പറയാനാവില്ല, കാരണം ഇന്ന് ഗോവയിലും മറ്റ് പ്രദേശത്ത് അവർ വ്യാജ ചന്ദന ഫാക്ടറികളുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ മറയൂരെ ചന്ദനത്തിൻ്റെ മോഷണം നല്ലൊരു ശതമാനം കുറഞ്ഞു. പകരം നാട്ടിലുള്ള ചന്ദനം എവിടെയുണ്ടോ അത് മുഴുവൻ പൊയ്ക്കൊണ്ടിരിക്കുക ഇപ്പോൾ. പക്ഷെ ഫലവത്തായ രീതിയിൽ ഇതിന് തടയിടാൻ വേണ്ടത് എന്താണെന്നുള്ളത് നമ്മൾ പലതവണ പരാതിയായിട്ടും വനംവകുപ്പ് നടത്തിയ മീറ്റിങ്ങുകളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളെ ചന്ദനം കൃഷി ചെയ്യാൻ അനുവദിക്കുക, അവർക്കത് വെട്ടാനുള്ള അനുവാദം കൊടുക്കുക. എങ്കിൽ കേരളത്തിൽ ഇഷ്ടം പോലെ ചന്ദനം കൃഷി വരും, അതിന് മര്യാദയ്ക്ക് വില കിട്ടുമെങ്കിൽ കർഷകനുണ്ടാക്കും. സർക്കാർ വേണ്ടാത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതാണ് ഈ കള്ളത്തരത്തിന് മുഴുവൻ കാരണം. ഇത് വ്യക്തമായ പല മീറ്റിങ്ങുകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല.